നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയല്ലേ, നാളെ മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 3 മാസത്തെ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലേ, മെയ് മാസം മുതലാണ് നമ്മുടെ എക്സാം കാലം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പ്രധാനപ്പെട്ട എക്സാമുകളായ നമ്മുടെ 10th ലെവലിലുള്ള സെക്രട്ടേറിയറ്റ് ഒ എ, ലാബ് അസിസ്റ്റന്റ്, അതുപോലെ +2 ലെവലിലുള്ള ഫോഴ്സ് എക്സാമുകളൊക്കെ അല്ലേ, CPO, WCPO, എക്സൈസ്, ഫയർമാൻ തുടങ്ങിയ എക്സാമുകളും കൂടെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകളൊക്കെ നടക്കുന്നത് ഈ മെയ്ക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനിയിലെ 3-4 മാസം മാത്രമേ നമ്മുടെ കയ്യിൽ സിസ്റ്റമാറ്റിക് പഠിക്കാനുള്ള സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇവിടുന്ന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി 3 ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ക്ലാസ്സുകൾ. ശനി ഞായറും നിങ്ങൾക്ക് ആ ഒരു ആഴ്ച എടുത്ത ക്ലാസ് മൊത്തം റിവിഷൻ ചെയ്യാനുള്ള ടൈം ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ആ ഒരാഴ്ച എടുത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡൽ എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ, നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ, എല്ലാ എക്സാമിനും ഒരു കോമൺ സിലബസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിലെ മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെയിൻ ടോപ്പിക്സ് അല്ല, ഈ ടോപ്പിക്സേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ എക്സ്ട്രാ അല്ലേ, അപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരാറ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിയുള്ള എക്സാമുകളൊക്കെ സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അല്ലേ, പ്രധാനമായിട്ടും ജിയോഗ്രഫി, അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ എന്തുണ്ട്? ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് നമ്മുടെ ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, അതുപോലെ മാത്സ് ഉണ്ട്, പിന്നെ കറണ്ട് അഫേഴ്സ്. ഓക്കെ, അപ്പം മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫേഴ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മൺഡേ ടു ഫ്രൈഡേ വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, 3 ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, 3 ക്ലാസ്സുകളായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് ക്ലാസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഓർ മലയാളം പ്ലസ് മാത്സ് ഓർ കറണ്ട് അഫേഴ്സ്. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു ടോപ്പിക് ക്ലാസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക്സ്. അതായത് ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഈ കാര്യങ്ങളാണ് ടോപ്പിക്സിൽ വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഇപ്പം തിങ്കളാഴ്ച നിങ്ങൾക്ക് ജിയോഗ്രഫി ഭാഗത്തുനിന്ന് കേരള ജിയോഗ്രഫീൻ്റെ ക്ലാസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, ഈ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് PYQ പ്ലസ് SCRT, അതുപോലെ NCRT ഉണ്ട് കേട്ടോ. അതായത് +1 +2 ടെക്സ്റ്റ് ബുക്കും കൂടി നമ്മൾ ഇതിന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിയോഗ്രഫിയാണ് എടുക്കുന്നതെങ്കിൽ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PYQ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്ന SCRTയിലെ ഭാഗവും, ഇനി NCRTയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അതാണ് ടോപ്പിക്സിൽ വരുന്നത്. പിന്നെ ആ ദിവസം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ തിങ്കളാഴ്ച ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണെങ്കിൽ ചൊവ്വാഴ്ച മലയാളത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താണ്, മാത്സിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ തിങ്കളാഴ്ച മാത്സ് ആണെങ്കിൽ ചൊവ്വാഴ്ച കറണ്ട് അഫേഴ്സ് ആയിരിക്കും. അതിങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാറിക്കൊണ്ടിരിക്കും. മാത്സ്, കറണ്ട് അഫേഴ്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇംഗ്ലീഷും മലയാളവും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ശനി ഞായർ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരാഴ്ച എടുത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാനുള്ള സമയമാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിലായിരിക്കും ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശനി ഞായറും ഇത് ആ ഒരാഴ്ച എടുത്ത കാര്യങ്ങൾ മൊത്തമായിട്ട് പഠിക്കാം. അപ്പോൾ സൺഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരാഴ്ച എടുത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡൽ എക്സാം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഒരു രാവിലെ ഫസ്റ്റ് വീഡിയോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഇടും. പിന്നെ ഉച്ചയാവുമ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരിക്കും. പിന്നെ ഈവനിങ്ങിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ അല്ലെങ്കിൽ മാത്സിൻ്റെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ യൂട്യൂബിൽ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാതും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് എക്സസൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും കവർ ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും കേട്ടോ. അതായത് തിങ്കൾ, ബുധൻ അങ്ങനെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന് പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ആ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുക. ഇനി അത് അതിന് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കണ്ട. അപ്പോൾ സിവിൽ എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്ത ആൾക്കാർ അതും ഇതിൻ്റെ കൂടെ പഠിച്ചു പോവുക. ഓക്കെ, താങ്ക്